ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മാർക്കറ്റിൻ്റെ ആദ്യത്തെ ഡേറ്റ എന്ന് പറയുന്നത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് അത്യാവശ്യം നല്ല ഹൈയിലേക്ക് പോയിട്ടുണ്ട്. 120 പെർ ഡോളർ ആയിട്ടുണ്ട്. ഇതിന് മുന്നേ 120 നമ്മൾ പോയിട്ടുണ്ട്, പക്ഷേ അതവിടെ നിൽക്കുന്നതിന് മുന്നേ തന്നെ പെട്ടെന്ന് അതിൻ്റെ പ്രൈസസ് കുറയ്ക്കാനുള്ള മെഷേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ രണ്ട് സൈഡും, യു എസിൻ്റെ സൈഡിലാണെങ്കിലും ഇറാൻ്റെ സൈഡിലാണെങ്കിലും ഹൈലി അഗ്രസീവായിട്ട് ഒരു അവസാനവട്ട ഫൈറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. വിട്ടുകൊടുക്കില്ല, ആരെങ്കിലും ഒരാൾ വിട്ടുകൊടുത്താൽ അത് അവിടെ തീരും എന്നുള്ളതാണ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ യു എസ് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ഇറാൻ കംപ്ലീറ്റ്ലി വിൻ ചെയ്തു, ഇറാൻ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ യു എസ് കംപ്ലീറ്റ്ലി വിൻ ചെയ്തു എന്നുള്ളൊരു സിറ്റുവേഷൻ കാരണം അവിടെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലേക്ക് അത് മാറി നിൽക്കുകയാണ്. അപ്പോൾ 140 കൊണ്ടുപോകും എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഹോർമോസിൻ്റെ പുറത്തുള്ള ബ്ലോക്കേജ് അമേരിക്ക മാറ്റി കൊടുക്കണം. അപ്പോൾ അമേരിക്കയ്ക്ക് ഇറാൻ ന്യൂക്ലിയർ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റണം, അതുപോലെ ഹോർമോസ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് അവരുടെയും ആവശ്യം. അപ്പോൾ ന്യൂക്ലിയർ റഷ്യയ്ക്ക് കൈമാറാം എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ട്രംപിന് അത് ഓക്കെ അല്ല. ട്രംപിന് കിട്ടണം എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ സിറ്റുവേഷൻ. സോ ഇതൊക്കെ കാരണം മാർക്കറ്റിൽ വോളറ്റാലിറ്റി ഉണ്ട് അത്യാവശ്യം. ഒന്ന് ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നത് 24,085 നിൽക്കുന്നത്. അപ്പോൾ സിംപ്ലി മാർക്കറ്റ് ഒരു റേഞ്ച് ബൗണ്ട് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റിനകത്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നല്ലൊരു ട്രെൻഡ് കിട്ടി, ട്രെൻഡ് നമ്മൾ ട്രേഡ് ചെയ്തു, നല്ല മൊമെൻറ്റം ആയിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് കിടന്നാൽ ഓക്കെ, ഇതാണ് നിഫ്റ്റി 50യുടെ ചാർട്ട്. ഞാൻ ഇടയ്ക്ക് ഐ തിങ്ക് ഇന്നലത്തെ പ്രീ മാർക്കറ്റ് സെഷന് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് ക്രിയേറ്റ് ചെയ്തിരുന്നത്. ഐ തിങ്ക് 1 അവറിൻ്റെ ചാർട്ടിലോ 4 അവറിൻ്റെ ചാർട്ടിലോ എനിക്കതൊരു സിമെട്രിക് ട്രയാങ്കിളായിട്ട് വർക്ക് ചെയ്തിരുന്നു. സോ സിമെട്രിക് ട്രയാങ്കിളിനകത്ത് തീരുമാനമില്ല. അപ്പോൾ ഈ ട്രയാങ്കിൾ ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ട്രയാങ്കിളിൻ്റെ ബ്രേക്ക് ഔട്ടിൽ ഒരു ട്രേഡിനെ കുറിച്ച് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. ആ ട്രേഡ് ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോൾ 100 to 180 റേഞ്ചിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഐ തിങ്ക് യെസ്, അതാണ് ആ ഒരു ട്രേഡ് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഇത് മേളിലേക്ക് മൂവ് ചെയ്ത് പോയ ഫസ്റ്റ് ടാർഗറ്റ് എനിക്ക് 240 ആയിരുന്നു. അപ്പോൾ 240 ഞാൻ എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഒരാളുടെ ഡെയിലി ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റിനകത്ത് ഇരിക്കേണ്ട ആവശ്യമില്ല. പേഴ്സണലി ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്താണ്, രാവിലെ 9:30 to 3:30 വരെ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്ന എല്ലാ പേരും പ്രൊഫഷണൽസ് അല്ല. മാർക്കറ്റിൽ എന്താണോ നമുക്ക് ഗെയിൻ ചെയ്യാനുള്ള ഒരു ഐഡിയ നമുക്കുള്ളത് അത് ട്രേഡ് ചെയ്യുക, അവിടെ നിന്ന് മാറി നിൽക്കുക, ആ കിട്ടിയ പ്രോഫിറ്റിനെ അന്നത്തെ ദിവസം എൻഡ് വരെ സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഞാനത് പെർഫെക്റ്റ്ലി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. സോ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് തന്നപ്പോൾ ബ്രേക്ക് ഔട്ടിൽ ഒരു എൻട്രി എടുത്തിരുന്നു. ടാർഗറ്റ് 240 റേഞ്ചിലെത്തിയപ്പോഴേക്കും ഞാൻ ഒഴിവാക്കി. പിന്നീട് അത് 350 പോയിട്ടുണ്ടായിരുന്നു, റീ എൻട്രി എടുത്തില്ല. പിന്നെ മാർക്കറ്റ് വീഴുന്നു. അപ്പോഴേക്കും ഡെയിലി ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൽ നടക്കുന്ന എത്ര കോടികളുടെ ട്രേഡ് അവിടെ നടന്നാലും അത് വേറെ ആർക്കും വേണ്ടിയിട്ടുള്ള ട്രേഡാണ് എന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. അപ്പോൾ ആ ട്രേഡ് അവിടെ നടന്നിട്ട് പോട്ടെ, എല്ലാ ട്രേഡും എടുക്കണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ ഈ ട്രേഡോടുകൂടി എൻ്റെ ട്രേഡ് കംപ്ലീറ്റ് ആയിരുന്നു. അപ്പോൾ മാർക്കറ്റ് തിരിച്ച് വീണ്ടും അതിൻ്റെ തൊട്ടടുത്തുള്ള സപ്പോർട്ട് ഏരിയ, ഇവിടെ നിന്നാണോ ഇത് ബ്രേക്ക് ചെയ്തത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഏരിയയിലേക്ക് ഇവിടെ വരുമ്പോഴേക്കും ഒരു ചെറിയൊരു റെസിസ്റ്റൻസ് ഏരിയ നിൽക്കുന്നുണ്ട്. സോ ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് തിരിച്ച് അതുപോലെ വന്ന് ടച്ച് ചെയ്തു. ഇതിൻ്റെ ചെറിയൊരു ടൈം ഫ്രെയിമിലേക്ക് പോയാൽ ഇത് കണ്ടോ, ഇവിടെ നിന്നാണ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് പോയിരുന്നത്. സോ ഒരു 100 മേളിൽ 140 കഴിഞ്ഞപ്പോഴേക്കും അത്യാവശ്യം നല്ല മൊമെൻറ്റം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ മൊമെൻറ്റ് 240 വരെ ഒരു 100 പോയിൻറ്റ് ക്യാച്ച് ചെയ്തു. പക്ഷേ അതിനുശേഷം വീണ്ടും അത് പോയി ഒരു 300 വരെ പോയിട്ട് അവിടെ നിന്ന് സ്റ്റാഗ്നൻ്റ് ആയിട്ട് നിന്നു, പിന്നീട് താഴെ വന്നു. സോ ഒരുപാട് തിയറിയിലേക്ക് പോകുന്നില്ല, ടെക്നിക്കലിലേക്ക് പോകുന്നില്ല. മാർക്കറ്റ് തിരിച്ച് വീണ്ടും കൂൾ ഓഫ് ചെയ്ത് എവിടെ നിന്നാണോ ബ്രേക്ക് ചെയ്തത് ആ ബ്രേക്ക് ചെയ്തത് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 140 160 ഇത് 180 വരെ ഇതിന് റീടെസ്റ്റ് ചെയ്യുന്ന ഏരിയ ആണ്. ഇത് ഇപ്പോൾ നോക്കിയാൽ ഇതിൻ്റെ ലോ ഒക്കെ 180 ആണ്. സോ 180 റേഞ്ചിൻ്റെ അടുത്തേക്ക് തിരിച്ച് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്ത് ഇവിടെ എത്തി തിരിച്ച് കയറേണ്ട ഒരു സിറ്റുവേഷൻ, ഇതിനൊരു ട്രെൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക 2440 വീണ്ടും വരുന്നത്. സോ ലിറ്ററലി ഈ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുക ഈ ഒരു ലെവലിലാണ്. അപ്പോൾ എന്ത് സംഭവിച്ചു, ഈ സിമെട്രിക് ട്രയാങ്കിളിൻ്റെ ഉള്ളിൽ തന്നെ വീണ്ടും മാർക്കറ്റ് വന്നു. അതായത് മാർക്കറ്റ് വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. സോ ഇനി അടുത്ത് നാളെ വെള്ളിയാഴ്ച അവധിയാണ്, ശനി
ഞായർ 3 ദിവസത്തെ അവധിയുണ്ട്. ഇറാനും യു എസും ഇത്രയും ടൈറ്റ് ഫൈറ്റിൽ നിൽക്കുമ്പോൾ ഒരിക്കലും ഹൈ റിസ്ക് എടുക്കാൻ പാടില്ല. സോ ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ഒരു പൊസിഷനും ക്യാരി ഫോർവേഡ് ചെയ്യരുത്. അത് കോൾ ഓപ്ഷൻ ആണെങ്കിലും സെൽ ഓപ്ഷൻ ആണെങ്കിലും. ഇപ്പോൾ 100 ക്വാണ്ടിറ്റി എടുത്ത ഒരു വ്യക്തി 10 ക്വാണ്ടിറ്റി ക്യാരി ഫോർവേഡ് ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അയാളുടെ കയ്യിലിരിക്കുന്ന കംപ്ലീറ്റ് ക്യാപിറ്റലിനും ഒരു പൊസിഷൻ ക്യാരി ഫോർവേഡ് ചെയ്യാതിരിക്കുക. സോ ഈ ലെവലിൽ ഓപ്പൺ ചെയ്യുമ്പോൾ മാർക്കറ്റിന് അടുത്ത് ചിന്തിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു 23,960 എന്നുള്ളത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വീക്കായിട്ട് വരികയും 800 to 720 റേഞ്ചിലേക്ക് മാർക്കറ്റിന് വീഴാനുള്ള സാധ്യതയുണ്ട്. ഇടയ്ക്കൊരു 880 എന്നുള്ളൊരു ഏരിയ അവിടെ കിടപ്പുണ്ട്. ഓക്കെ, ഈ 3 ഏരിയാസാണ് നമുക്കവിടെ വാച്ച് ചെയ്യാനുള്ളത്. സോ ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ, ഈ 3 ലെവൽസാണ് നമുക്കവിടെ വാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഈ ട്രയാങ്കിളുടെ ഏറ്റവും എൻഡിലാണ് നിൽക്കുന്നത്. ഹൈലി അൺഡിസിഷൻ ആയിരിക്കും. പക്ഷേ ഫസ്റ്റ് ക്യാൻഡലിൽ മാർക്കറ്റിന് ഏതെങ്കിലും ഐദർ ഒരു സൈഡിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട്. താഴേക്കായിരിക്കാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ 24,000 എന്നുള്ളൊരു സപ്പോർട്ട്, 24,000 to 23,960 എന്നുള്ളൊരു സപ്പോർട്ട് റേഞ്ച് എടുക്കാം. അതും കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് താഴേക്ക് ട്രംബിൾ ഡൗൺ ചെയ്തേക്കാം. 880, 800, 720 ആണ് ഇന്നത്തെ ദിവസത്തെ ടാർഗറ്റ്സ് എക്സ്പെക്റ്റ് ചെയ്തിരിക്കുന്നത്. 600 വരെ ഉണ്ട്, 24,600 വരെ. ഞാൻ ഇന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല അതൊന്നും, എങ്കിലും പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യാൻ തന്നെയാണ് സാധ്യത. സോ ഐ ആം എക്സ്പെക്റ്റിംഗ് അറൗണ്ട് 23,900 to 24,100 ഒരു ക്ലോസിംഗ് തന്നെയാണ് ഇന്നും ഞാൻ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് നമ്മൾ റെസ്പോണ്ട് ചെയ്യുക, നല്ല ട്രേഡ്സ് എടുക്കുക എന്നുള്ളത് മാത്രമാണ്. അല്ലാണ്ട് നമ്മുടെ മൈൻഡ് ഒരു സ്ഥലത്ത് സ്റ്റക്ക് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. ഇൻ കേസ് മാർക്കറ്റ് മേളിലേക്ക് ബ്രേക്ക് ചെയ്ത് പോയാൽ ഇന്നലെ ബ്രേക്ക് ചെയ്ത് അതേ സിറ്റുവേഷൻ തന്നെയാണ്. 24,100 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് 24,40 ഉണ്ട് കേട്ടോ. ഈ ഒരു ലെവൽ 24,40 ആണ്. താഴേക്ക് വന്നാലും 24,40 ഒക്കെ ചെറിയ ലെവൽസ് അവിടെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മാർക്ക് ചെയ്ത് വെക്കുക. നല്ല ട്രേഡ്സ് കിട്ടിയാൽ മാത്രം ബ്രേക്ക് ഔട്ടിൽ കാണുവാണെങ്കിൽ നോക്കിയാൽ മതി. അപ്പോൾ മെയിനായിട്ടുള്ള 24,100 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 24,100, 180 റേഞ്ച്, 240, അടുത്ത് 300 or 350 റേഞ്ചിലേക്ക് നിങ്ങൾക്ക് ആലോചിക്കാമെന്നുള്ളതാണ്. സോ ഈ ലെവലിൽ തന്നെ ഇന്നും മാർക്കറ്റ് ക്ലോസ് ചെയ്യുക. മൺഡേ ഈ ഒരു ലെവലിനുള്ളിൽ തന്നെ ഓപ്പൺ ചെയ്ത് മാർക്കറ്റ് മാക്സിമം സൈഡ് വേസ് പോയി കൺസോൾഡേറ്റ് ചെയ്ത് ബയ്യറിനെ അക്കുമുലേറ്റ് ചെയ്യാനാണ്. വാർ ടെൻഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഈ മാർക്കറ്റ് ശ്രമിക്കുക. സോ അതിനനുസരിച്ചിട്ടൊരു ട്രേഡിംഗ് പ്ലാൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. സോ കൃത്യമായിട്ടുള്ള എസ്എല്ലും ടാർഗറ്റ് കീപ്പ് ചെയ്യുക. ഇതാണ് ഇന്ന് പറയാനുള്ളത്. മാർക്കറ്റിൽ ബാക്കിയുള്ള എല്ലാ സ്റ്റോക്സും സൈഡ് വേസ് തന്നെ നിൽക്കാനുള്ളൊരു സാധ്യതയാണ് കാണിക്കുന്നത്. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ക്രൂഡ് ഓയിൽ ഹൈയിൽ നിൽക്കുമ്പോൾ നമ്മുടെ മാർക്കറ്റ് നെഗറ്റീവിൽ പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ താഴത്തെ ലെവൽസ് ഒന്ന് ക്ലിയർ ചെയ്ത് പറഞ്ഞു തന്നത്. ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. ട്രേഡ് സേഫ്. ടേക്ക് കെയർ. ബൈ.